ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിബി ബൈ ലിബിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസം നമുക്ക് ഒത്തിരിയേറെ പ്രിയപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ ആഴ്ച ടോമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ 15 നമ്മുടെ ഹെവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഹെവിൻ കുട്ടൻ്റെ ബർത്ത്ഡേയുടെ വ്ലോഗാണിത്. പണ്ടൊക്കെ ഹെലൻ്റെയും ഹെയ്ഡിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഇവിടങ്ങളിലുള്ള എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കുമായിരുന്നു. പിന്നെ കോവിഡ് കാലഘട്ടത്തിന് ശേഷം മിക്കവരും അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീടിനുള്ളിലേക്ക് ഒതുക്കിയെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെവിൻ്റെ ബർത്ത്ഡേ കേക്ക്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുണ്ടെങ്കിലും ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അതിന് എന്തൊക്കെയൊക്കെ വശപ്പശകുണ്ടെന്ന്. കാരണം അതിൽ റൈറ്റിംഗ് ഒന്നും ഫുള്ളല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെവിൻ്റെ കേക്കിൻ്റെ പുറകു ഭാഗം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം സംഭവം മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴി കേക്ക് സീറ്റിൽ വെച്ചിരിക്കുമായിരുന്നു, കാർ സീറ്റിൽ. അപ്പോൾ ഹെവിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാതെ ഈ കേക്കിൻ്റെ മുകളിലേക്കൊന്ന് ഇരുന്ന് പോയി. കവറൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കേക്കിലേക്ക് ഡയറക്റ്റ് ഇരുന്നില്ല. പക്ഷേ കേക്കിൻ്റെ കവർ മുഴുവൻ ചളങ്ങി കേക്കൊക്കെ ആകെ മോശമായിപ്പോയി. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഹെവിന് ഭയങ്കര വിഷമായി. അപ്പോൾ ഹെവിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കേക്കും കൂടെ നമ്മൾ വാങ്ങി. അതുകൊണ്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേക്ക് കട്ടിങ്ങിന്. അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ച് കൊണ്ടുപോയി എല്ലാവരുടെയും വീട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും കേക്കിൻ്റെ പുറകുവശം മാത്രമേ ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻഡിൽസും ചോക്ലേറ്റും പോപ്സിക്കിൾസും ഒക്കെ വെച്ചിട്ട് നമ്മൾ അതങ്ങ് പരിഹരിച്ചു. അങ്ങനെ ടോമും പിള്ളേരും എല്ലാം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. കത്തിച്ച മെഴുകുതിരിയൊക്കെ ഊതിക്കെടുത്തുന്നതിന് മുന്നേ തന്നെ ഹെവിൻ കണ്ണടച്ചുകൊണ്ട് വിഷൊക്കെ മനസ്സിലോർത്തു. എന്നിട്ട് പതിയെ കേക്ക് കട്ട് ചെയ്തു. അടുത്തത് ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു. ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് ഹെവിന് മുന്നേ തന്നെ അറിയാമായിരുന്നു. എങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി ചെറിയ സർപ്രൈസ് എക്സ്പ്രഷനൊക്കെ ഹെവിൻ ഇട്ടിട്ടുണ്ട്. ടോം കൊടുത്തത് ഒരു ടോയ് റോബോട്ടാണ്. പിന്നെ ഹെലനും ഹെയ്ഡിനും ഹോം മെയ്ഡ് കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹെയ്ഡിനാണെന്നുണ്ടെങ്കിൽ താഴത്തെ ടോയ് മുറിയിൽ നിന്ന് അവൻ്റെ കുറച്ച് ടോയ്സ് ഹെവിന് ഷെയർ ചെയ്തു. അതേപോലെ തന്നെ ഹെലനാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മിൽക്കും അതേപോലെ തന്നെ കുറച്ച് പെൻസിൽസും ഒക്കെയാണ് ഹെവിന് ഷെയർ ചെയ്തത്. ഒത്തിരി വലിയ ഗിഫ്റ്റൊന്നും വേണമെന്നില്ല ഹെവിന്. ഈ ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് തന്നെ അവൻ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരാളെ കൂടെ പരിചയപ്പെട്ടേ മതിയാവും. അപ്പോൾ ഹെവിൻ അവൻ്റെ കുഞ്ഞൻ റോബോട്ടിന് ഇട്ടിരിക്കുന്ന പേരാണ് ആൻഡ്രൂസ്. This is my Andrews. He's a good dancer. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ഓപ്പണിങ്ങും ആൻഡ്രൂസിൻ്റെ കൂടെയുള്ള കളിക്കൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തേത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണിയും സാലഡും ഒക്കെ കൂടെ നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തിൽ ഫുഡ് കഴിച്ചു. അപ്പോൾ ഹെവിനുണ്ടായത് ഒരു വിഷു ദിവസത്തിലായിരുന്നു. പക്ഷേ ഇത്തവണ ഏപ്രിൽ 14 വിഷു. എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് കമ്പിത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കമ്പിത്തിരിയൊക്കെ കൊണ്ട് ബാക്ക് യാർഡിലേക്ക് പോയി എല്ലാവരും കൂടെ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് വിഷുവും ആഘോഷിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെവിൻ കുട്ടൻ്റെ ബർത്ത്ഡേ വ്ലോഗ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Stay tuned for more videos and please subscribe our channel. Thanks for watching. Bye.